ഇന്നത്തെ അറിയിപ്പുകൾ. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ജൂൺ 16 മുതൽ 30 വരെ ലഭ്യമാകും. മൊബൈലിലോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ഔദ്യോഗിക പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടപടികൾ നടക്കുക. ആദ്യഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസുമാണ് നടത്തുക. കേരളത്തിൽ ജൂലൈ 1 മുതൽ 30 വരെയാണ് ഈ ഘട്ടം. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയോടെയാകും നടക്കുക. ആദ്യഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ ഓരോ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിലെയും കെട്ടിടങ്ങൾ, പ്രധാന ലാൻഡ്മാർക്കുകൾ എന്നിവ ഉൾപ്പെടുത്തി ലേഔട്ട് മാപ്പ് തയ്യാറാക്കും. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് വിവരശേഖരണം. എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ കുടുംബനാഥനോ പ്രായപൂർത്തിയായ മറ്റേതെങ്കിലും അംഗത്തിനോ ഓൺലൈനായി വിവരങ്ങൾ സമർപ്പിക്കാം. ഇതിനായി sc.census.gov.in പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് സംസ്ഥാനം, ജില്ല, വീടിന്റെ സ്ഥാനം എന്നിവ രേഖപ്പെടുത്തണം. തുടർന്ന് ഡിജിറ്റൽ മാപ്പിൽ സ്വന്തം വീടിന്റെ സ്ഥാനം അടയാളപ്പെടുത്തി വിവരങ്ങൾ നൽകാം. കെട്ടിട നമ്പർ, സെൻസസ് ഹൗസ് നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, കുടുംബ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകേണ്ടതില്ല. സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം ഫൈനൽ സബ്മിറ്റ് നൽകുക. വിവരങ്ങൾ വിജയകരമായി നൽകിയാൽ എച്ച് എന്ന് തുടങ്ങുന്ന 11 അക്ക സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേന്ദ്ര സർക്കാർ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ ടെക്നിക്കൽ വിഭാഗത്തിൽ സീനിയർ ഫീൽഡ് ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ഗ്രൂപ്പ് എ ഗസറ്റഡ് വിഭാഗത്തിൽ നേരിട്ടുള്ള നിയമനമായിരിക്കും. ആകെ 25 ഒഴിവുകളാണ് വിവിധ വിഷയങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ, ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മാത്തമാറ്റിക്സ്, സിവിൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലെ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബന്ധപ്പെട്ട വിഷയത്തിൽ BE, BTech ബിരുദമോ MSc ബിരുദമോ ഉണ്ടായിരിക്കണം. കൂടാതെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗേറ്റ് 2024, 2025 അല്ലെങ്കിൽ 2026 പരീക്ഷയിൽ കുറഞ്ഞത് 500 സ്കോർ നേടിയിരിക്കണം. സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള സൗജന്യ യാത്രാ പദ്ധതിക്ക് തുടക്കമായി. സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിക്ക് തുടക്കമായി. തിരുവനന്തപുരം തമ്പാനൂർ KSRTC കോംപ്ലക്സിൽ മുഖ്യമന്ത്രി VD സതീശനാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് സാമൂഹിക സാമ്പത്തിക പ്രതിഫലനമുണ്ടാക്കുന്ന പദ്ധതിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. KSRTCയെ സാമ്പത്തിക ബാധ്യതയിലാക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം വനിതകൾക്കൊപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആദ്യ യാത്ര നടത്തി. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഓർഡിനറി ബസ്സുകളിൽ 0 ടിക്കറ്റ് ലഭ്യമായി തുടങ്ങി. KSRTCയിൽ PSC വഴി നിയമിച്ച ആദ്യ വനിതാ ഡ്രൈവറായ VP ഷീലയായിരുന്നു ഉദ്ഘാടന ബസ് യാത്രയുടെ ഡ്രൈവർ. സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്ര അനുവദിച്ചെങ്കിലും സെസ്സിന്റെ പേരിൽ യാത്രക്കാരിൽ നിന്ന് തുക ഈടാക്കുന്നത് KSRTC തുടരുകയാണ്. 15 രൂപ മുതലുള്ള ടിക്കറ്റ് എടുക്കുന്ന ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് തുടങ്ങിയ ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിലെ യാത്രക്കാരിൽ നിന്നാണ് 11 രൂപ വരെ അധികമായി ഈടാക്കുന്നത്. 12 വർഷമായി ഇത് തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.